സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഉറച്ച ശബ്ദം. നിയമ ഭേദഗതി ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി പറഞ്ഞു. ധ്രുവീകരണം നടത്തുന്നവരെ ഭരണത്തിൽ നിന്ന് അകറ്റണമെന്നാണ് കൊച്ചിയിലും കോഴിക്കോടും നിന്നും ഉയർന്ന വികാരം. നൂറുകണക്കിന് പേർ പങ്കെടുത്ത കേരളത്തിലെ ഈദ്ഗാഹുകളിൽ മതനേതാക്കളും വിശ്വാസികളും ഉയർത്തിയത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഉറച്ച നിലപാടാണ്. രാജ്യത്ത് മുസ്ലിം വിരുദ്ധ അജണ്ടകളാണ് ഭരണകൂടം നടപ്പിലാക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആത്മാവ് തകർക്കുന്നതാണെന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈദ്ഗാഹിൽ പാളയം ഇമാം VP ഷുഹൈബ് മൗലവി വ്യക്തമാക്കി. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവിന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യതയ്ക്കും മതേതരത്വത്തിനുമെല്ലാം ഘടകവിരുദ്ധമാണത്. സ്വരതയെ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര സർക്കാർ രൂപപ്പെടുന്നതിന് വേണ്ടിയാവണം നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത്. ധ്രുവീകരണമുണ്ടാക്കുന്നവരെ ഭരണത്തിൽ നിന്നകറ്റാൻ നിസ്സംഗത പാലിക്കരുതെന്നായിരുന്നു കൊച്ചി ഇമാമിന്റെ പെരുന്നാൾ സന്ദേശം. നാം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് പ്രിയമുള്ളവരെ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോലെയുള്ള ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പായി ഇതിനെ ദയവ് ചെയ്ത് കാണരുത്. ഇത് നിലനിൽപ്പിന്റെ, ഇവിടെ ജീവിച്ചു പോകുന്നതിന്റെ വസ്തുതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. മതസൗഹാർദ്ദം തകർക്കുന്ന കേരള സ്റ്റോറി ജനങ്ങൾ അംഗീകരിക്കില്ല. പ്രണയത്തിന്റെ പേരിൽ ജിഹാദില്ലെന്നും കോഴിക്കോട് നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ഹുസൈൻ മടവൂർ വ്യക്തമാക്കി. സാമുദായിക സൗഹാർദ്ദം എത്ര മനോഹരമാണ്. ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം കൈരളി ന്യൂസ്, തിരുവനന്തപുരം.